നടൻ മമ്മൂട്ടിയെക്കുറിച്ച് വാചാലനായി സംവിധായകൻ മഹേഷ് നാരായണൻ മാത്രമല്ല, സംവിധായകരായ വെട്രിമാരനും കരൺ ജോഹറും മമ്മൂട്ടിയെയും അദ്ദേഹത്തിന്റെ അഭിനയത്തെയും പ്രശംസിച്ചു എന്നുള്ളത് നമ്മൾ മലയാളികൾക്കേറെ അഭിമാനമുണ്ടാക്കിയ കാര്യമാണ്. ഹോളിവുഡ് റിപ്പോർട്ടർ ഇന്ത്യ നടത്തിയ സംവിധായകരുടെ റൗണ്ട് ടേബിളിലാണ് സംവിധായകർ ഇക്കാര്യം പറഞ്ഞത്. സ്റ്റാറിന്റെ ഒരു ബാഗേജും ഇല്ലാത്ത അഭിനേതാവാണ് മമ്മൂട്ടി. ചെറിയ റോളോ അല്ലെങ്കിൽ 40 ദിവസം ഷൂട്ടുള്ള സിനിമയോ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം അത് ചെയ്യാൻ തയ്യാറാണെന്ന് സംവിധായകൻ മഹേഷ് നാരായണൻ പറയുന്നു. അദ്ദേഹത്തിന് ഇൻസെക്യൂരിറ്റി ഒട്ടുമില്ല. അമിതാഭ് ബച്ചനെ പോലെ തന്നെ എല്ലാത്തരം റോളും മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. പുതിയതായി എന്താണുള്ളതെന്നും എത്ര നന്നായിട്ടാണ് കഥയിൽ തന്റെ റോൾ എഴുതിയിരിക്കുന്നതെന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നും മഹേഷ് നാരായണൻ പറയുന്നു. സംവിധായകരായ വെട്രിമാരനും കരൺ ജോഹറും മമ്മൂട്ടിയുടെ സിനിമാ തിരഞ്ഞെടുപ്പുകളെ പ്രശംസിച്ചു. പുതിയ അഭിനേതാക്കൾക്ക് മമ്മൂട്ടിയെ പോലുള്ള അഭിനേതാക്കൾ ഒരു പ്രചോദനമാണെന്നും മുന്നിൽ അത്തരം ഒരു അഭിനേതാവ് വഴികാട്ടിയായി ഉണ്ടെങ്കിൽ മാത്രമേ അഭിനേതാക്കൾക്ക് അതുപോലെ ആകണമെന്ന ആഗ്രഹവും ഉണ്ടാകുകയുള്ളൂവെന്നും വെട്രിമാരൻ പറയുന്നു. കാതലിൽ അഭിനയിക്കുന്നതോടൊപ്പം അത് മമ്മൂട്ടി നിർമ്മിച്ചത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിരുന്നു എന്നാണ് കരൺ ജോഹർ പറഞ്ഞത്. ബ്രഹ്മയുഗത്തെക്കുറിച്ചായിരുന്നു പാരഞ്ജിത്ത് ആവേശത്തോടെ സംസാരിച്ചത്. കരൺ ജോഹർ, സോയ അക്തർ, വെട്രിമാരൻ, പാരഞ്ജിത്ത്, മഹേഷ് നാരായണൻ തുടങ്ങിയ സംവിധായകരായിരുന്നു റൗണ്ട് ടേബിളിൽ അതിഥികളായി എത്തിയത്. മമ്മൂട്ടി മറ്റ് അഭിനേതാക്കൾക്ക് വലിയൊരു പ്രചോദനമാണെന്ന് വെട്രിമാരൻ അഭിപ്രായപ്പെടുന്നു. യുവ അഭിനേതാക്കൾക്ക് മാതൃകയാണ് മമ്മൂട്ടി. അദ്ദേഹത്തെ പോലെ ആകാനുള്ള ഒരു ആഗ്രഹം വളർന്നു വരുന്ന അഭിനേതാക്കളുടെ മനസ്സിലും ഉണ്ടാകുമെന്ന് വെട്രിമാരൻ പറയുന്നു. ഇത്രയും മത്സരാധിഷ്ഠിത ഇൻഡസ്ട്രി ആയിട്ടും മമ്മൂട്ടിക്കൊട്ടും അരക്ഷിത ബോധമില്ലെന്ന് മഹേഷ് നാരായണൻ ചൂണ്ടിക്കാട്ടി. മഹേഷ് നാരായണൻ ഒരുക്കുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിനായി മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നെന്ന് റിപ്പോർട്ടുകളുണ്ട്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും ചിലവേറിയ ചിത്രമാകും ഇത്. മോഹൻലാലിനെ കൂടാതെ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തും. മമ്മൂട്ടി കമ്പനിയും ആശീർവാദ് സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുക എന്നും പറയപ്പെടുന്നു. കേരളത്തോടൊപ്പം ശ്രീലങ്കയിലും സിനിമയുടെ പ്രധാന ലൊക്കേഷനിൽ ഒന്നാകുമെന്നാണ് റിപ്പോർട്ട്. 30 ദിവസത്തോളമായിരിക്കും ശ്രീലങ്കയിൽ ചിത്രീകരണം നടക്കുക എന്നാണ് സൂചന. സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഈ മാസം 15-ന് അണിയറ പ്രവർത്തകർ ശ്രീലങ്കൻ മുൻ പ്രധാനമന്ത്രി ദിനേശ് ഗുണവർദ്ധനയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിൽ സംവിധായകൻ മഹേഷ് നാരായണനൊപ്പം നിർമ്മാതാക്കളായ ആന്റോ ജോസഫ്, CV സാരഥി, MP യാദുമിനി ഗുണവർദ്ധന തുടങ്ങിയവരും ഭാഗമായിരുന്നു. ഡൽഹിയും ലണ്ടനുമാണ് സിനിമയുടെ മറ്റു ലൊക്കേഷനുകൾ. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് അടുത്തതായി മമ്മൂട്ടി അഭിനയിക്കുക. ചിത്രത്തിൽ മമ്മൂട്ടി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലാണ് എത്തുക എന്നും റിപ്പോർട്ടുകളുണ്ട്. ജോമോൻ ടി ജോൺ ആയിരിക്കും ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുക. സുഷിൻ ശ്യാമാണ് സംഗീത സംവിധാനം. മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും സിനിമയുടെ നിർമ്മാണം നിർവഹിക്കുക. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായിരിക്കും ഇത്. ഇതിന്റെ പ്രഖ്യാപനം അടുത്ത ദിവസങ്ങളിലുണ്ടാകും.